ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ആശാനാണ്. ആശാൻ സാധാരണ വീഡിയോയ്ക്ക് ഫ്രണ്ടിലേക്കൊന്നും വരുന്നില്ല. അതാണ് ഒരു ഫോട്ടോ എടുത്ത് മുമ്പേ ഞാൻ കാണിച്ചത്. ആശാനാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 6 ഫുൾ ചിക്കൻ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 6 ഫുൾ ചിക്കനും ആശാൻ്റെ ചോറും, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. ആശാനൊരു സ്പെഷ്യൽ ഐറ്റം ചോറാണ് വയ്ക്കാൻ പോകുന്നത്. ചിക്കനൊക്കെ ഇട്ട് വയ്ക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു അറേബ്യൻ കബ്സ മോഡലാണ്. പക്ഷെ അത് ആശാൻ്റെ ഒരു പ്രത്യേക രീതിയിൽ, ആശാൻ്റെ രീതിയിൽ തന്നെ ചെയ്യുന്നു. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിരിക്കും എന്നാണ് ആശാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പണിയാണ് ആദ്യം. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ അതിൻ്റെ സൈസ് അനുസരിച്ചൊക്കെ മുറിച്ചെടുക്കുന്ന പരിപാടിയാണ് ആദ്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കല്ലറയുടെ കലവറ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് ഞങ്ങളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഒരു കോഴി നമ്മളൊരു ഏകദേശം 6-7 പീസ് ആവത്തക്ക രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ കത്തി കൊണ്ട് 1-2 വര കൂടി അതിൽ വരച്ചിട്ടിരുന്നാലിൻ്റെ മസാലകളൊക്കെ പിടിക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും. ഇപ്പോൾ ചിക്കനെല്ലാം ഏകദേശം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒരു 2-3 വെള്ളം നല്ലതുപോലെ കഴുകി നമ്മൾ വെള്ളം തോരാനായിട്ട് വയ്ക്കണം ആദ്യം. അപ്പോൾ ഇതിവിടെ റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇനി നമുക്ക് അതിൽ ചേർക്കുന്ന മറ്റ് ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ചോറിൽ ചേർക്കുന്നതിനായിട്ട് ഒരു 20ഓളം തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മളൊരു 6 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 20 തക്കാളി നമ്മൾ ചൂട് വെള്ളം തിളപ്പിച്ച് അതിലിട്ട് എടുക്കുമ്പോഴത്തേക്ക് തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മസാലകളുണ്ട്. അതിൽ പട്ട, ഗ്രാമ്പ്, ഏലം, തക്കോലം എന്നിവ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 4-5 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് പച്ചമുളകും ഉണ്ട്. നമ്മൾ ചോറ് വയ്ക്കുന്നതിന് ബസ്മതി റൈസിന് വൈറ്റ് സെല്ലയാണ്. ഒരു 1.5 മണിക്കൂർ സമയം നല്ലതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി ഊറ്റി വച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്ന ചോറ്. ആശാനൊരു സ്പെഷ്യൽ ചോറാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് പരിപാടി തുടങ്ങാം അല്ലേ. അപ്പോൾ പാത്രമൊക്കെ ചൂടായി. ഇതിലേക്ക് നമ്മൾ നെയ്യാണ് ചേർക്കുന്നത്. ഒരു 600 ഗ്രാം നെയ്യ് നമ്മൾ ചേർത്തിട്ടുണ്ട്. നെയ്യും ഡാൽഡയും കൂടെ ചേർത്ത് 400 ഗ്രാം നെയ്യും ഒരു 200 ഗ്രാമോളം ഡാൽഡയുമാണ് അത് ഉരുക്കി വെച്ചിരുന്നത്, ചൂടാക്കി വെച്ചിരുന്നത്. അത് ചേർത്ത് അതിലേക്ക് നമ്മൾ പട്ടയും, ഗ്രാമ്പ്, ഏലം എല്ലാം കൂടെ ഇട്ട് പെരിഞ്ചീരകം ഉണ്ടാവും. പെരിഞ്ചീരകമൊക്കെ ഒന്ന് പൊട്ടി വരണം ആദ്യം. പെരിഞ്ചീരകമൊക്കെ പൊട്ടി നമ്മൾ തക്കാളി വൃത്തിയാക്കി വെച്ചിരുന്ന തക്കാളി, തൊലി കളഞ്ഞ് വെച്ചിരുന്ന തക്കാളിയെ മിക്സിയിൽ നല്ലതുപോലെ അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടു. ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ അടിച്ച് വെച്ചിരുന്ന തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചു, സവാളയും പച്ചമുളകും അരിഞ്ഞു, അതുകൂടെ ഇപ്പോഴും ചേർത്ത് കൊടുത്താൽ അതുകൂടെ ഒന്ന് വഴണ്ടി വരും. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചേർത്ത നെയ്യൊക്കെ നല്ലതുപോലെ വേറിട്ട് നെയ്യ് തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വയ്ക്കുന്നതിനാവശ്യമായ വെള്ളം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ചോറ്, ചിക്കൻ ഇതെല്ലാം വെന്ത് വരണം. ഇപ്പോൾ നമ്മളൊരു 6 കിലോ അരിയാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 12.5 ലിറ്റർ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലേ, 12.5 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ചിക്കനൊക്കെ വെന്ത് വരുന്ന സമയത്ത് കുറച്ച് വെള്ളം ആവിയിലൊക്കെ നഷ്ടപ്പെടാൻ അതുകൊണ്ട് ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 12.5 ലിറ്റർ വെള്ളം ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ 12 മതി. അപ്പോൾ ആ വെള്ളം നല്ലതുപോലെ തിളക്കട്ടെ. ഇതിലേക്ക് നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കും. ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറിനൊരു ചെറിയ കളർ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഇതിലാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനും ഒരു ചെറിയ കളറും അതിനാവശ്യമായ ഉപ്പും ചേർത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് സമയം ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. അപ്പോഴത്തേക്ക് തന്നെ ആ സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടും. നമുക്കതിനെ അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനെല്ലാം നല്ലതുപോലെ വെന്തു. നമുക്കൊരു ചെറിയ കണ്ണാപ്പ് ഉപയോഗിച്ച് അതിനെ കോരിയെടുത്തിട്ട് ചിക്കൻ പീസുകൾ മാത്രം ഇതുപോലെ മാറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ സവാളയൊക്കെ ഉണ്ട്, അതൊക്കെ നീക്കിയിട്ടിട്ട് ചിക്കൻ പീസുകൾ മാത്രം. ഇപ്പോൾ ചിക്കൻ ഏകദേശം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വെന്ത ചിക്കനാണിത്. ഈ ചിക്കനെ നമുക്ക് ഒരു ഉറ്റുപാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളപ്പിച്ച് ഉപ്പ് നല്ലതുപോലെ നോക്കുക. ഇനി നമുക്ക് ചോറിന് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അരി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരുന്ന
അരി നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനെ നമ്മളിനി ഫ്രൈ ചെയ്താണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നമ്മൾ കാശ്മീരി ചില്ലിയാണ് സാധാരണ ചേർക്കുന്നത്. അപ്പോൾ നല്ല കളറൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ചിക്കൻ ആവശ്യമായ മുളക് പൊടി, പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മസാലകളാണ്. അല്ല, കുരുമുളക് പൊടി ആദ്യം ചേർക്കണം. കുരുമുളക് പൊടി ഒരു 2 സ്പൂണോളം, അല്ലേ, 2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. പിന്നെ അതിലേക്ക് നമ്മൾ മസാലകൾ പൊടിച്ചതാണ്, അതായത് എല്ലാ ഐറ്റങ്ങളും കൂടെ ചേർത്ത് നല്ലതുപോലെ പൊടിഞ്ഞു പോകാതെ ആണ് പൊടിച്ചിരിക്കുന്നത്, ചതച്ച് എടുത്തിരിക്കുന്നതാണ്. ആ മസാലകളൊക്കെ ചേർത്തിട്ട് പിന്നെ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടി, കോട്ടിങ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഒരു കൈ മൈദ അതുകൂടി ചേർത്ത് കൊടുക്കാം. കാര്യം ചിക്കൻ നല്ലതുപോലെ വെന്തതായതുകൊണ്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വേണം, ഒരല്പം വെള്ളം ചേർത്താണ് നമ്മൾ ഇതിനെ കുഴമ്പ് രൂപത്തിലാക്കിയെടുത്തത്. നമുക്ക് ഈ ചിക്കനിലേക്ക് ഇത് നല്ലതുപോലെ ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അത് ഈ പേസ്റ്റ് ചിക്കനിലെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് ഏകദേശം കണ്ടില്ലേ, വെന്ത് അടിവെള്ളമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബീൻസ്, ക്യാരറ്റ് ഇതൊക്കെ നമ്മൾ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൂടെ ചേർത്ത് ഇതിലേക്ക് ചോറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്തിന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി നമ്മുടെ ചിക്കൻ റെഡിയാണ്. ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. കാര്യം നമ്മൾ ഉള്ളു വെന്ത ചിക്കനാണ്. അതുകൊണ്ട് അതിൻ്റെ പുറം ഭാഗം നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. വളരെ ടേസ്റ്റിനൊന്നും വളരെ പ്രശ്നമില്ല, നല്ല ടേസ്റ്റുള്ള ആയിരിക്കും. അതായത് ഉള്ളെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടുന്നതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിരിക്കും. ഈ വലിയ വലിയ ഫംഗ്ഷനുകളിലൊക്കെ ഒരുപാട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് അവർ സാധാരണത്തിൽ ബോയിൽ ചെയ്താണ് പൊരിക്കുന്നത്, നമ്മൾ കണ്ടിട്ടുള്ളത് പലയിടത്തും. കാര്യം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് കഴിയുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ നമ്മൾ ഡീപ് ഫ്രൈ അല്ലാതെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കാറുണ്ട്. പക്ഷേ ഇതിനും ടേസ്റ്റിനൊന്നും കുറവില്ല, ഇതിപ്പോൾ ടേസ്റ്റിയാണ് എന്നല്ലേ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ചോറ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം അരി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും പൈനാപ്പിളും അരിഞ്ഞതാണ്. ആ ക്യാപ്സിക്കവും പൈനാപ്പിളും കൂടി നമുക്കിതിലേക്ക് വിതറി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലത്തേക്ക് ആവശ്യമായ സാധാരണ റൈസിലേക്ക് ചേർക്കുന്ന നമ്മൾ സവാള വറുത്തുന്നുണ്ട്. സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കറിവേപ്പില ഇതെല്ലാം കൂടെ വറുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വാരി വിതറാം. അതിൽ പിന്നെ പ്രത്യേകിച്ച് എസൻസോ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ചോറ് നല്ല ടേസ്റ്റി ആയിരിക്കും. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല സവാളയൊക്കെ ഇതുപോലെ കരിഞ്ഞു പോകാതെ തന്നെ വറുത്ത് കിട്ടണം, എങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ്. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് കിട്ടത്തില്ല. എന്നിട്ട് നമുക്ക് അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കബ്സ, അറേബ്യൻ കബ്സ നമ്മുടെ ആസാൻ്റെ രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ അതിവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റ്, നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് കഴിക്കുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റൈസും ചിക്കൻ ഫ്രൈയുമാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
പൊളി സാധനം. അറേബ്യൻ കപ്സ നമ്മുടെ തനി നാടൻ സ്റ്റൈലിൽ നമ്മൾ ചെയ്താൽ ചെയ്യുന്ന വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങളെ വീണ്ടും വരാം. സ്നേഹപൂർവ്വം.